ഹായ് ഓൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ചോ? അപ്പോൾ നമ്മുടെ പത്തുമണിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ 4 സൈഡ് കെട്ടി നല്ല വൃത്തിക്ക് കെട്ടിയപ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണം തോന്നിയപ്പോൾ ഞാൻ 10 മണി വെച്ചത്. നമ്മൾ കുറച്ച് 10 മണി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതങ്ങനെ പടർന്ന് പന്തലിക്കുണ്ട്, അടിപൊളിയാണ്. അതിനിടയിൽ കുറച്ച് സീനികം കൂടി ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അറിയില്ല, അതിൻ്റെ പൂക്കൾ വീണപ്പോൾ ഉണ്ടായതായിരിക്കാം, ഇത് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ എന്തായാലും ഈ 10 മണി ഇങ്ങനെ 10 മണി നേരത്ത് കാണുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര പോസിറ്റീവാട്ടോ, ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. തേങ്ങ എന്തെങ്കിലും വീഴുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. തേങ്ങ വീഴും, പട്ടൊക്കെ വീഴുമ്പോൾ അയ്യോ നാശമാവുമോ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. തേങ്ങ ഇടുന്ന ആളൊക്കെ വരുമ്പോൾ ഞാൻ പറയും കുറച്ച് നീക്കിയിട്ട് അങ്ങനെ ഇടണേ, ഇതിന് ചൂട്ടിലേക്ക് ഇടില്ലേ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ മാത്രമേ ഒരു ടെൻഷനുള്ളൂ. പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല വെയിലുള്ള ഭാഗമാണെങ്കിൽ നിറയെ പൂക്കളുണ്ടായി നല്ല സൂപ്പറായി നിൽക്കും കേട്ടോ. ഈ ഒരു സൈഡിൽ കുറച്ച് വെയിൽ കുറവാട്ടോ, അവിടെ കുറച്ച് ചീരക്കുട്ടന്മാരെ കുഴിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് ചീര കിട്ടിയപ്പോൾ ആ സ്പോട്ടിൽ കിട്ടിയപ്പോൾ ഞാൻ അവിടെ വെച്ചു. കാരണം ആ സൈഡിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്, അധികം വെയിൽ വരാത്ത സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അവിടെ ചീര വെച്ചത്. ചീര നന്നായിട്ട് ഉണ്ടാവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായി ചീര നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 10 മണിയുടെ ഇടയിൽ കൂടെ ചീരയും പാടെ നിൽക്കുമ്പോൾ അറിയണമെന്നില്ല കേട്ടോ, നല്ല ഭംഗിയിട്ട് കാണാൻ. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.